بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. അപ്പോൾ നോക്കാം, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാബുൽ ഇസ്തിസ്നാഇ. ബാബുൽ ഇസ്തിസ്നാഇ അത് വായിക്കുന്ന സമയത്ത് ബാബുൽ ഇസ്തിസ്നാഇ എന്ന് വായിക്കും. ആ അലിഫ് വസ്ലിൻ്റെ അലിഫായതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ബാബുൽ ഇസ്തിസ്നാഇ എന്ന് വായിക്കണം. ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. ഒഴിവാക്കുക. ആദ്യം നമുക്ക് ഉദാഹരണം പറയാം. ഇതാ ഞാനൊരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഉദാഹരണം നിങ്ങൾ കാണുന്നുണ്ടാവും. ജാഅനിൽ ഖൗമു ഇല്ലാ സൈദൻ. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ജാഅനി എൻ്റെ അടുക്കൽ വന്നു, അൽ ഖൗമു ഒരു കൂട്ടം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ വന്നു, ഇല്ലാ സൈദൻ സൈദ് ഒഴികെ. അവിടെ ഒരു കൂട്ടം ആളുകളിൽ നിന്നും സൈദിനെ നമ്മൾ ഒഴിവാക്കി. സൈദ് വന്നിട്ടില്ല. സൈദ് ഒഴികെയുള്ള ഒരു കൂട്ടം ആളുകൾ വന്നു. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് സെന്റൻസ് ആണത്. ജാഅനി എന്ന് പറഞ്ഞാൽ ജാ പോസിറ്റീവാണ്. പോയി ഭക്ഷണം കഴിച്ചു. ഇങ്ങോട്ട് കൊണ്ടുവരാ. ഇങ്ങോട്ട് കൊണ്ടുവരാ. നെയ്ച്ചോറുമില്ലേ? ആ പിന്നെ അവിടെ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എടുത്തോ, ചോറും വേണം. അപ്പൊ ഇവിടെ നോക്ക്, പോസിറ്റീവ് സെന്റൻസ് ആണിത്. അപ്പോ ജാഅനിൽ ഖൗമു ഇല്ലാ സൈദൻ. ഇനി വേറെ നോക്ക്, നിങ്ങൾ അടുത്ത ഉദാഹരണം നോക്കൂ. വറഅയ്തുൽ ഖൗമ ഇല്ലാ സൈദൻ. സൈദ് ഒഴികെ എല്ലാ ഖൗമിനെ ഞാൻ കണ്ടു. റഅയ്തു ഞാൻ കണ്ടു, അൽ ഖൗമ ഒരു കൂട്ടം ആളുകളെ, ഇല്ലാ സൈദൻ സൈദ് ഒഴികെ. വമറർതു ബിൽ ഖൗമി ഇല്ലാ സൈദൻ ഒരു കൂട്ടം, ഒരു വിഭാഗം ആളുകളുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി, ഇല്ലാ സൈദൻ സൈദ് ഒഴികെ. അപ്പൊ ഇവിടെ ഒരു കൂട്ടത്തിൽ നിന്നും എന്ത് ചെയ്തു? ഒരു വസ്തുവിനെ പുറത്താക്കി. അതായത് ആ കൂട്ടത്തിനുള്ള വിധി, ഹുക്മ് ആ ഒരു വസ്തുവിന് ഇല്ല. ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഉദാഹരണം മനസ്സിലായോ? ഒരു കൂട്ടം ആളുകളിൽ നിന്നും ഒന്നിനെ ഒഴിവാക്കി. അത് മനസ്സിലായോ? അതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലായോ? യെസ്, ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അടുത്തൊരു ഉദാഹരണം കൂടി ഞാൻ പറയാൻ നോക്കണേ. മാ ജാഅനിൽ ഖൗമു. ഇത് നെഗറ്റീവ് ആട്ടോ, അതിന് വരടാ, ഒന്നുകൂടി ശരിയാവും. മാ ജാഅനിൽ ഖൗമു ഇല്ലാ സൈദുൻ. മാ ജാഅനിൽ ഖൗമു ഒരു കൂട്ടം ആളുകൾ വന്നിട്ടില്ല, എൻ്റെ അടുക്കൽ വന്നിട്ടില്ല, ഇല്ലാ സൈദുൻ സൈദ് ഒഴികെ. അപ്പൊ സൈദ് വന്നു. വരാതിരിക്കുക എന്ന വിഭാഗത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ വരാതിരുന്നു, അതിൽ നിന്നും സൈദിനെ ഒഴിവാക്കി. അപ്പൊ സൈദ് വന്നു എന്നർത്ഥം. വമാ റഅയ്തുൽ ഖൗമ. അതാ അടുത്ത് നോക്കണേ. വമാ റഅയ്തുൽ ഖൗം നെഗറ്റീവാണ്. വമാ റഅയ്തുൽ ഖൗമ ഇല്ലാ സൈദൻ ഒരു കൗമിനെ ഞാൻ കണ്ടിട്ടില്ല, ഇല്ലാ സൈദിനെ ഒഴികെ. അപ്പൊ സൈദിനെ ഞാൻ കണ്ടു. കാണാതിരിക്കുക എന്ന ആ വിഭാഗത്തിനുള്ള ഹുക്മ് എന്ത് ചെയ്തു? മാറ്റി സൈദിനെ എന്ത് ചെയ്തു? കണ്ടു. വമാ മറർതു ബിൽ ഖൗമിദ
വമാ മറർത്തു ബിൽ ഖൗമി ഇല്ലാ സെയ്ദിൻ. ഒരു കൗമിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു പോയിട്ടില്ല, ഇല്ലാ സെയ്ദിൻ, സെയ്ദ് ഒഴികെ. അപ്പോൾ സെയ്ദിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു. സെയ്ദിൻ്റെ അരികിലൂടെ എന്ത് ചെയ്തു? ഞാൻ നടന്നു. അപ്പോൾ ഇവിടെ ഒന്ന് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, ഒന്ന് നെഗറ്റീവ് ജുംലയാണ്. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് ജാ അനി എന്നുള്ളതാണ്, ഒന്ന് മാ ജാ എന്നുള്ളതാണ്. അത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എവിടെ ഫൈസ? യെസ്. ഇനി പറയട്ടെ, ഈ രണ്ട് ഉദാഹരണങ്ങളിലും സെയ്ദ് ഉണ്ട്, കൗമുണ്ട്, ഇല്ല എന്നുള്ള പദമുണ്ട്. എന്നാൽ സെയ്ദിൻ്റെ ഇഅ്റാബിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? പോസിറ്റീവിലും നെഗറ്റീവിലും ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് പറയാൻ പറ്റുമോ? ആർക്കാ പറയാൻ പറ്റുക? പറഞ്ഞോളേ. പോസിറ്റീവ് ഉദാഹരണത്തിലും നെഗറ്റീവ് ഉദാഹരണത്തിലും ഒരു വ്യത്യാസമുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? ആ അതെ, പോസിറ്റീവിൽ നസ്ബ് വന്നു. പോസിറ്റീവിൽ എന്തായി? എല്ലാത്തിലും നസ്ബാണ്. ഇതാ നോക്കി, സെയ്ദൻ, ഇവിടെയും നസ്ബാണ്, ഇവിടെയും നസ്ബാണ്, ഇവിടെയും നസ്ബാണ്. പോസിറ്റീവ് മുഴുവൻ നസ്ബാണ്. മറ്റോടത്തോ? പറയൂ ബാക്കി പറയൂ. മറ്റോടത്ത് മൻഫിയിലെ, നെഗറ്റീവിലെ റഫ്. എല്ലായിടത്തും റഫാണോ? എല്ലായിടത്തും റഫാണോ? ഇവിടെ മാത്രമല്ലേ റഫുള്ളൂ? ഇവിടെ നോക്കുക നിങ്ങൾ. യെസ്, നെഗറ്റീവില് റഫും വന്നു, നസ്ബും വന്നു, ജറും വന്നു. അതിലൊരു പുതിയൊരു ഒരു 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 കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിൽ. എങ്ങനെ അവിടെ റഫ് വന്നു, എങ്ങനെ അവിടെ നസ്ബ് വന്നു, എങ്ങനെ അവിടെ ജെറ് വന്നു എന്നുള്ളതിൽ ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? പറയും. ഫൈസ, ഒരു കണക്ഷൻ കിട്ടുന്നില്ല? റഫ് വന്നോടത്ത് നിങ്ങൾ ആ ഉദാഹരണം ഒന്ന് വായിച്ചു നോക്ക്. നസ്ബ് വന്നോടത്ത് ആ ഉദാഹരണം വായിച്ചു നോക്ക്. ജെറ് വന്നോടത്ത് ആ ഉദാഹരണം വായിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു കണക്ഷൻ മനസ്സിലാവുണ്ടോ? ഇവനും വേണം. ആ ഇവനെ കൊണ്ടേക്കോ, ഇത് പോയിക്കോളം പോയി വന്നിട്ട് വേണം. പോയിക്കോട്ടോ, ഭക്ഷണം കഴിച്ചിട്ട് വാട്ടാ. തൊപ്പിട്ടോ, ഒന്നും കൊണ്ടുപോകും, എടുത്ത് പോയിക്കോ. ആ, ഒരു കണക്ഷനും മനസ്സിലാവുന്നില്ല? ഫൈസ, ജുമാന, കാശിഫ, ഒരു ക്ലൂ തരാം ഞാൻ. ഇവിടെ എന്താ നോക്ക് നിങ്ങൾ, ഇല്ലൻ്റെ മുമ്പുള്ളതും ഇല്ലൻ്റെ ശേഷമുള്ളതും തമ്മിൽ ബന്ധമുണ്ടോ നോക്കി. ഇപ്പൊ കിട്ടിയോ? ആ അങ്ങനെ പറ, അതാ കണക്ഷൻ. നെഗറ്റീവ് വന്നപ്പോൾ ഇല്ലൻ്റെ മുമ്പുള്ളതിൻ്റെ അതേ ഇറാബാണ് ശേഷമുള്ളതിന്. നോക്കി നിങ്ങൾ. കൗമു എന്ന് വന്നപ്പോൾ ഇല്ലാ സെയ്ദൻ, കൗമ എന്ന് വന്നപ്പോൾ ഇല്ലാ സെയ്ദൻ, കൗമി എന്ന് വന്നപ്പോൾ ഇല്ലാ സെയ്ദൻ. മനസ്സിലായോ കാശിഫ? ജുമാന കണ്ട?
അപ്പോൾ അതിനൊരു നിയമം നമ്മൾ പഠിക്കുകയാണ്, ഈ ഉദാഹരണത്തിൽ നിന്ന് നിയമം പഠിക്കുകയാണ്. അതിനെപ്പം അതിൽ പറയാനുള്ളൂ എന്ത്? പോസിറ്റീവിൽ എപ്പോഴും നസ്ബായിരിക്കും, നെഗറ്റീവിൽ ഇല്ലയുടെ മുമ്പുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറ്റം വരും. മുമ്പുള്ളതിന് എന്താണോ ഐറാബ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് പറയാം, ഇല്ല എന്നുള്ളതിന് ഇസ്തിസ്നാഇന്റെ ഹർഫ് എന്ന് പറയും. എഴുതിക്കോട്ടാ, ഇല്ല എന്നതിന് ഇസ്തിസ്നാഇന്റെ ഹർഫ് എന്ന് പറയും. ഇല്ലക്ക് ശേഷമുള്ളത്, ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ചെയ്തു എന്നുള്ളത്, ഇല്ലക്ക് ശേഷമുള്ളതിന് മുസ്തസ്ന എന്ന് പറയും. മുസ്തസ്ന, മുസ്തസ്ന, ഇല്ലക്ക് ശേഷമുള്ളത് മുസ്തസ്ന. ഇല്ലന്റെ മുമ്പുള്ളതിന് മുസ്തസ്ന മിൻഹു എന്നും പറയും. ഇല്ലന്റെ മുമ്പുള്ളതിന് മുസ്തസ്ന മിൻഹു എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ ഇസ്തിസ്ന ചെയ്യുന്ന ഹർഫ്, ഒഴിവാക്കുന്ന ഹർഫ്. ഇല്ലയുടെ പണി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കിയല്ലോ, ഒഴിവാക്കപ്പെട്ടതാണ് സെയ്ദ് എന്നുള്ളത്. അപ്പം ഇല്ലക്ക് ശേഷമുള്ളതിന് മുസ്തസ്ന, ഒഴിവാക്കപ്പെട്ടത് പറയും. ഏതിൽ നിന്നാണോ ഒഴിവാക്കപ്പെട്ടത് അതിന് മുസ്തസ്ന മിൻഹു എന്ന് പറയും. ഇവിടെ കൗമു എന്നുള്ളതാണ്, ഇവിടെ കൗമു എന്നുള്ളതാണ്. അത് 3 എഴുതിയോ? ഇല്ല എന്നത് ഇസ്തിസ്നാഇന്റെ ഹർഫ്, ഇസ്തിസ്ന ചെയ്യുന്ന ഹർഫ്. അത് 10 ഉണ്ട് കേട്ടോ. ഇസ്തിസ്ന ചെയ്യുന്ന ഹർഫുകൾ 10 ഉണ്ട്. ഇതവിടെ കാണാൻ നിങ്ങൾക്ക്, മുകളിൽ കാണാം. ഇതൊക്കെ ഹർഫ് തന്നെയാണ്. ഇല്ലക്ക് ശേഷമുള്ളത്, അതായത് ഇവിടെ ഉദാഹരണത്തിൽ സെയ്ദ് എന്നുള്ളത്, ഉദാഹരണം അങ്ങനെ എഴുതിക്കൊള്ളില്ല. സെയ്ദ് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഉദാഹരണം എഴുതിയിട്ട് സെയ്ദ് എന്നുള്ളത് മുസ്തസ്ന, മുസ്തസ്ന എന്ന് എഴുതിയാൽ മതി. മുസ്തസ്ന, മുസ്തസ്ന. മറ്റേത് അതിൻ്റെ മുമ്പുള്ളത് കൗമു എന്നുള്ളത് മുസ്തസ്ന മിൻഹു, മുസ്തസ്ന മിൻഹു, മുസ്തസ്ന മിൻഹു. എഴുതിയില്ലേ കാശിഫ? ഫൈസ എഴുതിയില്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വായിക്കുക. ബാബുൽ ഇസ്തിസ്നാഇ, ഇസ്തിസ്നാഇനെ കുറിച്ച് പറയുന്ന ബാബാണ്. ശ്രദ്ധിച്ചോട്ടാ. വൽ ഇസ്തിസ്നാഉ, ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പം നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ ആദ്യം അത് ഡിഫൈൻ ചെയ്യണം. എന്താണ് ഇസ്തിസ്നാ? അൻ തുഖ്രിജ, നീ ഒഴിവാക്കലാണ്, നീ ഒഴിവാക്കുക. ഷൈഅൻ, ഒന്നിനെ ഒഴിവാക്കുക. അപ്പോൾ ഉദാഹരണത്തിൽ സെയ്ദ് എന്നുള്ളതിനെ ഒഴിവാക്കുക. എടുത്തോ, ഷെയ് എന്നുള്ളത് നമ്മൾ സെയ്ദ് വെച്ചോ. മിൻ ജുംലത്തിൻ, ഒരു ജുംലയിൽ നിന്ന്, ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഒഴിവാക്കുക. ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഒഴിവാക്കുക. അപ്പം ആ കൂട്ടത്തിൽ പെട്ടതാവണം കേട്ടോ. കൂട്ടത്തിൽ എന്താവണം? പെട്ടതിനെ ഒഴിവാക്കുക. ചിലപ്പോൾ കൂട്ടത്തിൽ പെട്ടതും പെടാത്തതിനെ ഒഴിവാക്കും. അതിൻ്റെ നിയമം വേറെ പറയും. ഒരു കൂട്ടത്തിൽ നിന്നും ഒന്നിനെ നീ ഒഴിവാക്കലാണ്. എങ്ങനെയുള്ള കൂട്ടമാണ്? ശ്രദ്ധിച്ചോ, ഏതെങ്കിലും ഒരു കൂട്ടമല്ല. വഖഅത്ത്, ആ കൂട്ടം സംഭവിച്ചിരിക്കുന്നു. ഖബലൽ ഇസ്തിസ്നാഇ, ഇസ്തിസ്നാഇന്റെ മുമ്പ്. ഇസ്തിസ്നാഇന്റെ മുമ്പ് സംഭവിച്ച ഒരു കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ ഒഴിവാക്കുക. അല്ലെങ്കിൽ ജുംലയിൽ നിന്നൊന്നും പറയാട്ടോ. ഇസ്തിസ്നാഇന്റെ മുമ്പതാ. ഇവിടെ നോക്ക് നിങ്ങൾ, ഇല്ല എന്നുള്ളത് ഇസ്തിസ്ന ആണ്. അതിൻ്റെ മുമ്പ് ഒരു ജുംല ഉണ്ട്, ഏതാ? റഅയ്തുൽ ഖൗമ എന്നുള്ളത്. ആ ജുംലയിൽ നിന്ന് ഒന്നിനെ ഒഴിവാക്കി. എല്ലാവരും ഇല്ല കേട്ടോ, സെയ്ദ് ഒഴികെ. ഒന്നുകൂടി പറയാം. ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ അൻ തുഖ്രിജ, നീ ഒഴിവാക്കലാണ്. ഷൈഅൻ, ഒരു വസ്തുവിനെ, ഒരു പദത്തിനെ ഒഴിവാക്കലാണ്. മിൻ ജുംലത്തിൻ, ഒരു ജുംലയിൽ നിന്ന്, ഒരു കൂട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ നിന്ന്.
എങ്ങനെയുള്ള സെൻറ്റൻസ് ആണ്? കൂട്ടമാണ്. വക്കഅത്ത് അത് സംഭവിച്ചിരിക്കുന്നു. ഖബുലൽ ഇസ്തിസ്നായി ഇസ്തിസ്നാഇൻ്റെ മുമ്പ് സംഭവിച്ചിരിക്കുന്നു. ഇതാണ് നിർവചനം. നിർവചനം ക്ലിയർ ആണോ? നിർവചനം ഓക്കെ ആണോ? ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ അൻ തുഖ്രിജ, നീ പുറത്താക്കലാണ്, നീ ഒഴിവാക്കലാണ്, പുറത്താക്കലാണ്. ഷൈഅൻ, ഒന്നിനെ. ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കി, ഉദാഹരണം വെച്ചാൽ മതി. ഈ സെൻറ്റൻസ് നമുക്കൊന്ന് ഒന്ന് വായിച്ചു തരാം. ഇതൊരു സെൻറ്റൻസ് ആണ്. ഓക്കെ, ഈ സെൻറ്റൻസിൽ നിന്ന് റഅയ്തു റഅയ്തുൽ ഖൗമ ഇല്ലാ സൈദൻ. ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഒഴിവാക്കണമല്ലോ. അത് നീ, ഞാനാണെങ്കിൽ ഞാൻ ഒഴിവാക്കുക, നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. നീ ഒഴിവാക്കലും ഷെയ് എന്താ സൈദിനെ ഒഴിവാക്കലാണ്. മിൻ ജുംലത്തിൻ, ഒരു ജുംലയിൽ നിന്ന്. ഇതൊരു ജുംലയാണ് കേട്ടോ. റഅയ്തുൽ ഖൗമ എന്നുള്ളത് ഒരു ജുംലയാണ്. ഇതിൽ നിന്ന് ഒഴിവാക്കലാണ്. എങ്ങനെയുള്ള ജുംലയാണ്? ഈ ജുംലക്ക് സിഫത്താണ് അത് വഖഅത്ത്. ആ ജുംല സംഭവിച്ചിരിക്കുന്നു ഖബലൽ ഇസ്തിസ്നായി. ഇസ്തിസ്ന ഇല്ല എന്നുള്ളത് ഇസ്തിസ്ന. ഇസ്തിസ്ന മൊത്തത്തിൽ പറയുമ്പോൾ ഇസ്തിസ്നാഇൻ്റെ മുമ്പ് സംഭവിച്ച ഒരു ജുംലയിൽ നിന്നും ഒന്നിനെ ഒഴിവാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇസ്തിസ്ന. ഒന്നിനെ ഒഴിവാക്കുന്ന പണിക്ക് പറയുന്ന പേരാണ് ഇസ്തിസ്ന. ഇസ്തിസ്ന ഒന്നുകൂടി പറയാം. ഇസ്തിസ്നാഇൻ്റെ മുൻപ് സംഭവിച്ച ഒരു ജുംലയിൽ നിന്നും ഒന്നിനെ പുറത്താക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഇസ്തിസ്ന. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, സിമ്പിളാണ്. വഹുറൂഫുഹു, അതിൻ്റെ ഹർഫുകൾ അശറത്തുൻ 10 അതിൻ്റെ ഹർഫുകൾ 10 വഹിയ, ഏതൊക്കെയാണ് 10? ഇല്ല, വഗൈറു, വസിവ, വഹാഷ, വഖല, വഅദ, വമാഅദ, വമാഖല, വലൈസ, വലാ യകൂൻ. ഇതൊക്കെയാണ് ഇസ്തിസ്നാഇൻ്റെ ഹർഫുകൾ. യെസ്, ഇപ്പം എന്താന്ന് പറഞ്ഞു, എത്ര അക്ഷരങ്ങളുണ്ടെന്നും പറഞ്ഞു. ഇനി പോസിറ്റീവിൽ നിന്നും, പോസിറ്റീവായ സെൻറ്റൻസിൽ നിന്നും നമ്മൾ ഇസ്തിസ്നാ ചെയ്യും, നെഗറ്റീവായ സെൻറ്റൻസിൽ നിന്നും ഇസ്തിസ്നാ ചെയ്യും. നോക്കാം. ഫഇദസ്തസ്നൈത, നീ ഇസ്തിസ്നാ ചെയ്താൽ. ഫഇദസ്തസ്നൈത, നീ ഇസ്തിസ്നാ ചെയ്താൽ. മിനൽ മുസ്ബത്തി, മുസ്ബത്തിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്തു, പോസിറ്റീവിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്തു. ഇത് ഉദാഹരണം പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. എന്നാൽ നസ്ബത്ത, നീ നസ്ബ് ചെയ്യണം. അൽ മുസ്തസ്നാ ബിഹി, മുസ്തസ്നാ ബിഹിക്ക് നസ്ബ് ചെയ്യണം. മുസ്തസ്നാ ബിഹി എന്നും മുസ്തസ്ന എന്നും പറയട്ടോ. ഈ സെയ്ദ് എന്നുള്ളതിന് നേരത്തെ മുസ്തസ്നാന്നേ പറഞ്ഞിട്ടുള്ളൂ. മുസ്തസ്നാ ബിഹി എന്നും പറയും, മുസ്തസ്ന എന്നും പറയും. അപ്പം മുസ്തസ്നാ ബിഹിക്ക് നീ നസ്ബ് ചെയ്യണം. പോസിറ്റീവിൽ നിന്നാണോ നീ ഇസ്തിസ്നാ ചെയ്യുന്നത് എങ്കിൽ മുസ്തസ്നാ ബിഹിക്ക് നീ നസ്ബ് ചെയ്യണം. ഏതുപോലെ? ഖൗലിക, നിന്റെ വാക്ക് പോലെ. ജാഅനിൽ ഖൗമു ഇല്ലാ സൈദൻ വറഅയ്തുൽ ഖൗമ ഇല്ലാ സൈദൻ ദൻ വമറർതു ബിൽ ഖൗമി ഇല്ലാ സൈദൻ ദൻ. ഒക്കെ നസ്ബാണ്, എല്ലാം നസ്ബാണ്. പോസിറ്റീവായ ഒരു ജുംലയിൽ നിന്നാണ് നീ ഇസ്തിസ്നാ ചെയ്യുന്നത് എങ്കിൽ നീ മുസ്തസ്നക്ക്, മുസ്തസ്നാ ബിഹിക്ക് നസ്ബ് ചെയ്യണം. നോക്കാം. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫശരിബു, അവർ എല്ലാവരും കുടിച്ചു, മിൻഹു, അതിൽ നിന്ന്, ഇല്ലാ ഖലീലൻ, അല്പം ചിലർ ഒഴികെ, കുറഞ്ഞ പേർ ഒഴികെ എല്ലാവരും കുടിച്ചു. ഫശരിബു, അവർ എല്ലാവരും കുടിച്ചു, മിൻഹു, അതിൽ നിന്ന്. അപ്പോൾ അതിൽ കുറച്ച് പേർ ഒഴികെ. ഖലീലൻ നസ്ബ ചെയ്തത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും. ഫൈസ,
ഇനി വഇനിസ്തസ്നൈത മിനൽ മൻഫി, ശ്രദ്ധിച്ചോ, മൻഫിയിൽ നിന്നാണ്. മറ്റേത് നമ്മളെന്താ പറഞ്ഞത്, മുസ്ബത്താ പറഞ്ഞത്. ഇനി നമ്മൾ മൻഫി, അതിന് വേറെ കളർ കൊടുക്കുക. മൻഫിയിൽ നിന്നാണെങ്കിൽ അജ്റൈതഹു, നീ അതിനെ നടത്തിക്കോ, ആ മുസ്തസ്ന ബിഹിയെ നടത്തിക്കോ, അലൽ ബദലി, ബദല് പ്രകാരം. നമ്മൾ ബദലിനെ കുറിച്ച് പഠിച്ചിരുന്നു, ബദല് മുബ്ദല് മിൻഹു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെന്താണോ ഇറാബ്, ഇല്ലയുടെ മുമ്പുള്ളതിന് എന്താണോ ഇറാബ്, അതിൻ്റെ ബദലായിട്ട് മുസ്തസ്ന ബിഹിയെ നീ നടത്തിക്കോ. വ ഇനിസ്തസ്നൈത, നീ ഇസ്തിസ്നാ ചെയ്യുകയാണെങ്കിൽ, മിനൽ മൻഫി, മൻഫിയിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യുകയാണെങ്കിൽ, രണ്ടാം സിഗ്മട്ടോ, മൻഫിയിൽ നിന്ന് നീ ഇസ്തിസ്നാ ചെയ്യുകയാണെങ്കിൽ, അജ്റൈത, നീ നടത്തിക്കോ, ഹു, അതിനെ, ഏതിനെ, ആ മുസ്തസ്ന ബിഹിയെ നടത്തിക്കോ, അലൽ ബദലി, ബദല് പ്രകാരം നടത്തിക്കോ. അതായത് മുസ്തസ്ന മിൻഹുവിൽ നിന്നും ബദലായിട്ട് നടത്തിക്കോ. തഖൂലു, നീ പറയും, മാ ജാഅനിൽ ഖൗമു ഇല്ലാ സൈദുൻ, അടാ ഖൗമു അതിന് ബദലായിട്ട് സൈദുൻ പറയും, ബിർറഫ്ഇ, റഫ് കൊണ്ട്. വമാ റഅയ്തുൽ ഖൗമ ഇല്ലാ സൈദൻ ബിന്നസ്ബി, നസ്ബ് കൊണ്ട്. വമാ മറർതു ബിൽ ഖൗമി ഇല്ലാ സൈദിൻ ബിൽ ജർരി, ജർറ് കൊണ്ട്. കുല്ലുഹ, എല്ലാം, അലൽ ബദലി, ബദല് പ്രകാരമാണ്. വഹുവൽ ഇഖ്തിയാറു, അത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. പ്രബലമായ അഭിപ്രായം അത് തന്നെയാണ്, ഇഖ്തിയാർ അത് തന്നെയാണ്. അപ്പം പ്രബല അല്ലാത്തൊരു അഭിപ്രായം അവിടെ ഉണ്ട് എന്നായി. അതും കൂടി പറയാം നമുക്ക്. വയജൂസു നസ്ബു, നസ്ബും അനുവദനീയമാണ്. ഫീഹിന്ന, ഇവകളിൽ. ദൂനൽ ബദലി, ബദലിന് കൂടാതെ, ബദലിൻ്റെ ആവശ്യമില്ല, ബദലില്ലാതെ എന്തും പറ്റും, നസ്ബും കൊടുക്കാൻ പറ്റും എല്ലാത്തിനും. അത് ഇഖ്തിയാറല്ല, പ്രബലമായ അഭിപ്രായം അല്ല. അപ്പം മാ റഅയ്തുൽ ഖൗമ ഇല്ലാ സൈദൻ, മാ ജാഅനിൽ ഖൗമു ഇല്ലാ സൈദൻ, മാ മറർതു ബിൽ ഖൗമി ഇല്ലാ സൈദൻ എന്നിങ്ങനെ നസ്ബായിട്ടും പറയൽ അനുവദനീയമാണ്. അതിന് തെളിവ് എന്താ അവർ പറയുന്നത്? ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലാ യൽതഫിത് മിൻകും അഹദുൻ ഇല്ലംറഅതക. അഹദുൻ എന്നുള്ളത് നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പം ഇല്ലംറഅത അവിടെ കണ്ടോ, വല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണല്ലോ, വലാ യൽതഫിത് നെഗറ്റീവ് സെന്റൻസ് ആണ്. പക്ഷെ അവിടെ ഇല്ലംറഅത എന്നാണ് ഓതിയത്. ക എന്നുള്ളത് മുലാഫിലെയാണ്, ത ബിർ റഫ്ഇ വൻ നസ്ബി, നസ്ബ് കൊണ്ടും ഓത്തുണ്ട്, റഫ് കൊണ്ടും ഓത്തുണ്ട്. ഇല്ലംറഅതുക എന്നാ നമ്മൾ വേണമെന്ന് പറഞ്ഞത് ബദൽ പ്രകാരം, അങ്ങനെയും ഓത്തുണ്ട്, ഇല്ലംറഅതക എന്നും ഓത്തുണ്ട്. അപ്പം രണ്ട് തലക്കും അവിടെ ഓത്തുണ്ടായതുകൊണ്ട് നസ്ബും ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നോട്ട് ചെയ്തോ? കാശിഫ, ജുമാന, യെസ് യെസ് യെസ്. അപ്പോൾ ഇസ്തിസ്നാ എന്താണ് എന്ന് പഠിച്ചു, അതിൻ്റെ ഹർഫുകൾ എത്ര എണ്ണമുണ്ടെന്നും പഠിച്ചു. മുസ്ബത്തിൽ നിന്നും ചെയ്യുമ്പോൾ നസ്ബ് മാത്രമേ ചെയ്യാവൂ എന്നും പഠിച്ചു. മൻഫിയിൽ നിന്നാണെങ്കിൽ ബദല് പ്രകാരം ചെയ്യലാണ് പ്രബലമായ അഭിപ്രായം എന്നും പഠിച്ചു. എന്നാൽ പ്രബലമല്ലാത്തൊരഭിപ്രായ പ്രകാരം നസ്ബും ചെയ്യാം എന്നും നമ്മൾ പഠിച്ചു. യെസ്, നോക്കാം. പറയട്ടെ? ക്ലിയർ അല്ലേ? അടുത്ത ഫസ്റ്റിൽ പറയട്ടെ? വഇൻ കാനൽ മുസ്തസ്നാ ബിഹി, മുസ്തസ്നാ ബിഹി ആയാൽ മിൻ ഗൈരി ജിൻസിൽ മുസ്തസ്നാ മിൻഹു. ശ്രദ്ധിക്കണേ, മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ അല്ലാത്തതായി, മുസ്തസ്നാ മിൻഹുവിൻ്റെ കൂട്ടത്തിൽ പെടാത്തതായി. നമ്മളൊക്കെ പെടുന്നതാ പറഞ്ഞു. കൗമിൽ ആര് പെടും? സെയ്ദ് പെടും. പെടുന്നതാ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. ഇനി മുസ്തസ്ന ബിഹി, അതായത് ഇല്ലക്ക് ശേഷം വരുന്ന മുസ്തസ്ന അതിൻ്റെ മുമ്പുള്ള മുസ്തസ്ന മിൻഹുവിൻ്റെ കൂട്ടത്തിൽ പെടുന്നതല്ല. എന്നാൽ
നസബ്തൽ മുസ്തസ്നാ ബിഹി, മുസ്തസ്നാ ബിഹിക്ക് നീ നസ്ബ് ചെയ്യണം. മുസ്തസ്നാ ബിഹിക്ക് അപ്പോൾ എന്താ ചെയ്യുക? നസ്ബ ചെയ്യാം. നോക്കുക, ഉദാഹരണം പറയാം. മാ ഫിദ്ദാരി റജുലുൻ, വീട്ടിൽ ഒരാളും ഇല്ല, ഇല്ലാഹിമാറൻ, ഒരു കഴുത ഒഴികെ. ഈ റജുല് എന്നുള്ള അതിൻ്റെ കൂട്ടത്തിൽ കഴുത പെടൂല. അപ്പോൾ പിന്നെ അതിൽ നിന്നും റജുലു ഹിമാറിനെ നമ്മൾ ഇസ്തിസ്ന ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്തിസ്ന ചെയ്തുക്കണം, അവിടെ ഒഴിവാക്കിക്കണു. സംഗതി ഒരു കഴുതുണ്ട്, ആരുമില്ല, വീട്ടിൽ ആരും ഇല്ല എന്ന് പറഞ്ഞു, അവിടെ ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇസ്തിസ്ന ചെയ്തത് മുസ്തസ്ന ബിഹി, മുസ്തസ്ന മിൻഹുവിൻ്റെ കൂട്ടത്തിൽ പെടാത്തതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? മുസ്തസ്ന ബിഹിക്ക് നസ്ബ് ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫൈസ, ജുമാന, ഫൈസ പോയാ? ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മുസ്തസ്ന ബിഹി, മുസ്തസ്ന മിൻഹുവിൻ്റെ കൂട്ടത്തിൽ പെട്ടതായിരുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് മുസ്തസ്ന മിൻഹുവിൻ്റെ കൂട്ടത്തിൽ ആര് പെടുന്നില്ല? മുസ്തസ്ന ബിഹി പെടുന്നില്ല. ഹിമാർ റജുലിൻ്റെ വിഭാഗത്ത് പെടൂലല്ലോ. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. അത് പോസിറ്റീവ് ആണെങ്കിലും ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിലും ചെയ്യണം, രണ്ടാണെങ്കിലും. നോക്കാം ഏതുപോലെയൊക്കെ കൗലിക്ക നിന്റെ വാക്ക് പോലെ. മാഫിദ്ദാരി റജുലുൻ ഇല്ലാ ഹിമാറൻ, നസ്വബ്ത ഹിമാറൻ, ഹിമാർ എന്നുള്ളതിന് നീ നസ്ബ് ചെയ്തു. ഹിമാർ എന്നുള്ളതിന് എന്ത് ചെയ്തു? നീ നസ്ബ് ചെയ്തു. കാരണം എന്താ? യന്നഹു ലൈസ മിൻ ജിൻസിർ റജുലി, അത് റജുലിൻ്റെ ജിൻസിൽപ്പെട്ടതല്ല. അതാണ് നമ്മൾ പ്രബലമായിട്ട് നമ്മൾ ചെയ്യുക. എന്നാലോ ബനൂ തമീമിൻ, ബനൂ തമീമുകാർ യർഫഊന, അവർ റഫ് ചെയ്യും, ഹു അതിനിക്ക്, ഏതിനിക്ക്? ഈ പറയപ്പെട്ട കൂട്ടത്തിൽ പെടാത്ത മുസ്തസ്നാ ബിഹിക്ക് എന്ത് ചെയ്യും? റഫ് ചെയ്യും, അവർ റഫ് ചെയ്യും. ഖാല ഷായിറു, കവി പറയാം, അതിന് തെളിവ് പറയാണ്. അങ്ങനെ അവർ റഫ് ചെയ്ത് വന്നതിന് തെളിവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കവി പറയുന്ന ഒരു തെളിവ് പറയണം അവർ. വബൽദത്തിൻ, എത്രയെത്ര നാടുകളാണ്, ലൈസ ബിഹ അനീസുൻ, ആ നാടുകളിൽ എൻജോയ്മെന്റ് നൽകുന്ന വസ്തുക്കളില്ല. ഇല്ലൽ യആഫിറു, പശുക്കുട്ടികളും ഇല്ലൽ ഈസു, മാൻകുട്ടികളും ഒഴികെ. പശുക്കുട്ടികളും മാൻകുട്ടികളും മനസ്സിന് എൻജോയ്മെന്റ് നൽകുന്നതല്ല. അനീസ് എന്നുള്ള വിഭാഗത്തിൽ ആര് പെടൂല? പശുക്കുട്ടികളും മാൻകുട്ടികളും പെടൂല. പക്ഷെ അവിടെ അങ്ങനെ ഇസ്തിസ്ന ചെയ്തപ്പോൾ, പെടാത്തതിനെ ഇസ്തിസ്ന ചെയ്തപ്പോഴും അവിടെ റഫ് കൊടുത്തു. അത് ബനൂ തമീമുകാരുടെ അഭിപ്രായത്തെ ഈ കവിതയിലൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ റഫും ചെയ്യും, ബനൂ തമീമുകാർ റഫ് ചെയ്യും. എന്നാൽ നമ്മൾ അഹ്ലുൽ ഹിജാസുകാർ അവിടെ നസ്ബാണ് ചെയ്യുക. വബൽദത്തിൻ, എത്ര നാടുകളാണ്, ലൈസ ബിഹ, ആ നാടിലില്ല, അനീസു, നേരം പോക്കാക്കുന്ന എൻജോയ്മെൻറ്റിന് പറ്റിയ വസ്തുക്കളില്ല. എന്തൊഴികെ? ഇല്ലൽ യആഫിറു, കാളക്കുട്ടികളും പശുക്കുട്ടികളും ഒഴികെ. ഇല്ലൽ ഈസു, മാൻകുട്ടികളും ഒഴികെ. ആട്ടുംകുട്ടികൾ, ഈസു എന്ന് പറഞ്ഞാൽ ആട്ടുംകുട്ടികൾക്കും പറയും. ക്ലിയർ അല്ലേ? ഫയുർഫഉൽ യആഫിറു, യആഫിർ എന്നത് റഫ് ചെയ്യപ്പെട്ടു. ലിഅന്നഹു ലൈസ മിൻ ജിൻസിൽ അനീസ്, അനീസിൻ്റെ ജിൻസിൽപ്പെട്ടതല്ല അത്, അനീസ് എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ പെടുന്നതല്ല. എന്നിട്ടും അത് എന്ത് ചെയ്തു? റഫ് ചെയ്യപ്പെട്ടു. ഫൈസ, ക്ലിയർ ആണോ? പറയണോ നീ? ഫൈസ എവിടെ? ഓക്കെ, ഒന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാം. ഇസ്തിസ്നാ എന്നാൽ എന്ത് എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ ഇസ്തിസ്നാ കൂട്ടത്തിൽ പെടുന്നതിനെ ഇസ്തിസ്ന ചെയ്യുന്നതുമുണ്ട്, കൂട്ടത്തിൽ പെടാത്തതിനെ ഇസ്തിസ്ന ചെയ്യുന്നതുമുണ്ട്. കൂട്ടത്തിൽ പെടുന്നതിനെ ഇസ്തിസ്ന ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നസ്ബ് ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിൽ ബദൽ പ്രകാരം ഇറാബ് ചെയ്യണം
എന്നാൽ ചിലർ എന്തായിട്ടുണ്ട്, നെസ്ബ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ പെടാത്തതാണ് ഇസ്തിസ്ന ചെയ്യുന്നത് എങ്കിൽ നെസ്ബ് ചെയ്യണം. എന്നാൽ ബനു തമീമുകാർ അതിന് റഫ് ചെയ്യും. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ പറഞ്ഞു. നോട്ട് ചെയ്തോ? അയ്യോ, ഹുക്മുൽ മുസ്തസ്നാ ബിഹി ഷർത്തുഹു മിസാലുഹു. അതിൻ്റെ ഉദാഹരണം യജിബു നസ്ബുൽ മുസ്തസ്നാ ബിഹി. മുസ്തസ്നാ ബിഹിക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. എപ്പോ? ഇദാ കാനൽ മുസ്തസ്നാ മിൻഹു മദ്കൂറൻ വകാനൽ കലാമു മുസ്ബത്തൻ. മുസ്തസ്നാ മിൻഹു പറയപ്പെടുകയും, അതായത് കൗമ് എന്നുള്ളതല്ല മുസ്തസ്ന, അതിനെ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വകാനൽ കലാമു മുസ്ബത്തൻ, പോസിറ്റീവാണ്. കലാമ് പോസിറ്റീവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം ജാ അനിൽ കൗമു ഇല്ലാ സെയ്ദൻ. അവിടെ കലാമ് പോസിറ്റീവാണ്, മുസ്തസ്നാ മിൻഹുവിനെ പറയപ്പെട്ടിട്ടുണ്ട്. യജിബു നസ്ബുൽ മുസ്തസ്നാ ബിഹി. മുസ്തസ്നാ ബിഹിക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ശ്രദ്ധിച്ചോ? ഇൻ കാനൽ മുസ്തസ്നാ ബിഹി മിൻഹു മിൻ ഗൈരി ജിൻസിൽ മുസ്തസ്നാ മിൻഹു. അത് നമ്മൾ ഈ ബനു തമീമുകാരുടെ അഭിപ്രായം നമ്മൾ പരിഗണിക്കൂല കേട്ടോ. ബനു തമീമുകാരുടെ അഭിപ്രായം പരിഗണിക്കാത്തതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. മുസ്തസ്നാ ബിഹി മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ പെടാത്തതാണെങ്കിലും നസ്ബ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് പ്രബല അഭിപ്രായം, നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് അത് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. മാഫിദ്ദാരി റജുലുൻ ഇല്ലാഹിമാറൻ. ഈ രണ്ട് സ്ഥലത്തും മുസ്തസ്നാ ബിഹിക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. യജൂസു നസ്ബുഹു വഇബ്ദാലുഹു. നസ്ബ് ചെയ്യൽ നിർബന്ധം അനുവദനീയവുമാണ്, ബദലാക്കാനും പറ്റും. നസ്ബും പറ്റും, ഇബ്ദാലും പറ്റും. അതും പ്രബല അല്ലാത്തൊരു അഭിപ്രായവും പരിഗണിച്ചുകൊണ്ടാണ് ഇദാക്കാനൽ മുസ്തസ്നാ മിൻഹു മദ്കൂറൻ വകാനൽ കലാമു മൻഫിയൻ. കലാമു മൻഫിയാണ്, മുസ്തസ്നാ മിൻഹു മദ്കൂറാണ്, പറയപ്പെട്ടതാണ്. മാ ജാ അനിൽ ഖൗമു ഇല്ലാ സൈദുൻ. ഇനി ഇത് നമ്മളിതിൽ പഠിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വലിയ കിതാബിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ചോ? യുറബു ഹസ്ബമാ ഖബ്ല. അതിൻ്റെ മുമ്പുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇറാബ് ചെയ്യപ്പെടും. ഇതാക്കാണ് മുസ്തസ്നാ മിൻഹു മഹദൂഫൻ. മുസ്തസ്നാ മിൻഹു കളയപ്പെട്ടതാണെങ്കിൽ, ഇത് നമ്മൾ മേലെ പറഞ്ഞിട്ടില്ല. മുസ്തസ്നാ മിൻഹു ഒക്കെ പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പറഞ്ഞത് ചിലപ്പോൾ കൂട്ടത്തിൽ പെടാത്തതാവും, പെടുന്നതാവും. ഇനി മുസ്തസ്നാ മിൻഹുവിനെ കളഞ്ഞു വരും ചിലപ്പോൾ. അത് നമ്മളിപ്പോൾ ഇതിൽ പഠിച്ചിട്ടില്ല. പക്ഷെ അത് കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. മാ ജാഅനി ആണ്. മാ ജാഅനി, എൻ്റെ അടുക്കൽ ആരും വന്നിട്ടില്ല. ഇല്ലാ സെയ്ദുൻ, സെയ്ദ് ഒഴികെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? മുസ്തസ്നാ മിൻഹു പറഞ്ഞിട്ടില്ല, കളയപ്പെട്ടുകൊണു. മജാനിൽ കൗമൂന്ന് അവിടെ കാണുന്നില്ലല്ലോ. ആ ഘട്ടങ്ങളിൽ അതിൻ്റെ മുമ്പുള്ള ഇതിൻ്റെ ഇറാബ് അനുസരിച്ച്, അത് മുമ്പ് സാധനം ഉണ്ടെങ്കിൽ ബദൽ പ്രകാരം നമ്മൾ ചെയ്തിരുന്നത്, ആ ബദൽ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ബദലല്ല ഇവിടെ പറയാം, മുമ്പുള്ളത്. അപ്പോൾ ഇതിന് ഫായില വേണ്ട. അപ്പോൾ ഇല്ലാ സെയ്ദുൻ. മാ റഅയ്തു ഇല്ലാ സെയ്ദൻ എന്ന് പറയാം. മാ മറർത്തു ഇല്ലാ സെയ്ദിൻ എന്ന് പറയും. അവിടെ മുസ്തസ്നാ മിൻഹു കളയപ്പെട്ടിട്ടില്ലെങ്കിൽ, കളഞ്ഞിട്ട് വന്നിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചെയ്യും. ഇതിന് ഇസ്തിസ്നാ മുഫറഗ് എന്നാണ് പറയാം. നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് വലിയ കിതാബിൽ വരും. ഇസ്തിസ്ന ഒഴിവാക്കപ്പെട്ടത്. ആ ജാനി എൻ്റെ അടുക്കൽ വന്നിട്ടില്ല സെയ്ദ് ഒഴികെ. അപ്പോൾ അവിടെ മുസ്തസ്നാ മിൻഹു പറഞ്ഞിട്ടില്ല, കളഞ്ഞു വയ്ക്കുകയാണ്. അവിടെ എന്താണെന്ന് സങ്കല്പിക്കണം? അപ്പോൾ അവിടെ ഒരു കൗമ് വന്നിട്ടില്ല, ഇല്ലാ സെയ്ദുൻ, സെയ്ദ് ഒഴികെ എന്ന് സങ്കല്പിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോക്കി, എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കി. സംശയം ഉണ്ടോ? യെസ്. അവൻ കഴിച്ചില്ലേ? എവിടെ അവന്? യെസ്, ചോദ്യം ചോദിക്കാം. മത്താ യജിബു നസ്ബുൽ മുസ്തസ്ന വ മത്താ യജൂസു. മുസ്തസ്ന നമ്മളാണ് മുസ്തസ്ന എന്നും പറയും, മുസ്തസ്ന ബിഹി എന്നും പറയും.
മുസ്തസ്നയ്ക്ക് നെസ്ബ് ചെയ്യൽ എപ്പോഴാണ് നിർബന്ധമാവുക, എപ്പോഴാണ് അനുവദനീയമാവുക? എപ്പോഴാണ് നിർബന്ധമാവുക? ആരാ പറയാ? പോസിറ്റീവ് കേസിൽ ആ നിർബന്ധം, നെഗറ്റീവ് കേസിൽ അനുവദനീയം. മാ ഹുക്മുൽ മുസ്തസ്ന ബിഹി ഇൻദ അഹ്ലിൽ ഹിജാസി വ ബനി തമീമിൻ ഇൻ കാന മിൻ ഗൈരി ജിൻസിൽ മുസ്തസ്ന മിൻഹു. മുസ്തസ്ന ബിഹി മുസ്തസ്ന മിൻഹുവിൻ്റെ കൂട്ടത്തിൽ പെടാത്തതാണെങ്കിൽ അഹ്ലുൽ ഹിജാസുകാരും ബനു തമീമുകാരും തമ്മിൽ എന്താണ് പറയുന്നത്? ഫൈസ. ബനു തമീമില് റബ്ബ് ചെയ്യപ്പെടും. ആ ആ യെസ്, മറ്റൊരു നെസ്ബ് ചെയ്യും, ഇവർ റഫ് ചെയ്യും. ഇതാ ശ്രദ്ധിച്ചോട്ടാ, പൂരിപ്പിക്കാനാണ്. താർക്ക ഓർമ്മകൾ നോക്കട്ടെ. അൽ ഇസ്തിസ്നാഉ അൻ തുഖ്രിജ ഷൈഅൻ മിൻ ഡാഷിൻ വഖഅത്ത് ഖബ്ല അൽ ഇസ്തിസ്നായി. ആ ഇവിടെ എന്താ വരിക? അയ്വ ജുംലത്ത്. ഹുറൂഫുൽ ഇസ്തിസ്നായി ഡാഷുൻ എത്ര? വെരി ഗുഡ്, അശ്റത്തു. ഇനി നോക്കണേ, മുസ്തസ്നയെയും മുസ്തസ്ന മിൻഹുവിനെയും കണ്ടുപിടിക്കാനാണ് കേട്ടോ. മുസ്തസ്നയെയും മുസ്തസ്ന, ഞാൻ അർത്ഥം പറയാം, നിങ്ങൾ കണ്ട് പറഞ്ഞുതരാം. ഹലറത്തുല്ലാബ്, എല്ലാ കുട്ടികളും വന്നു, അലിംതിഹാന പരീക്ഷയ്ക്ക്, ഇല്ലാ ഖാലിദൻ, ഖാലിദ് ഒഴികെ. മാ അഹ്ലറു കിതാബൻ, അവരെല്ലാവരും കിതാബിനെ ഹാജരാക്കിയില്ല, ഇല്ലാ കിതാബൽ അറബിയ, അറബി കിതാബ് ഒഴികെ. അജാബു, അവർ ഉത്തരം പറഞ്ഞു, ജമീ അൽ അസ്ലത്തി, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു, ഇല്ലാ സമീറ, സമീറ ഒഴികെ. ഫാസന അലൈഹിമുൽ അസാത്തിദ, അവർക്ക് നന്ദി, അവരെ മദ്ഹ് പറഞ്ഞു ഉസ്താദുമാരെല്ലാവരും, വൈറൽ ഹാരിസ്, ഹാരിസ് ഒഴികെ, ഹാരിസ് ഒഴികെയുള്ള ഉസ്താദുമാർ. മാനാല മിൻഹും ജായിസ, അവരിൽ നിന്നും സമ്മാനം നേടിയില്ല, ഇല്ലാ റാഷിദു, റാഷിദ് ഒഴികെ. ഫ അക്രമഹു അഹ്ലുൽ ബലദി വൈറസിവ, നാട്ടുകാരെല്ലാവരും അവരെ ആദരിച്ചു, ചെറിയ കുട്ടികൾ ഒഴികെ. പറയും ഇതിൽ മുസ്തസ്ന ഏതാണ്, മുസ്തസ്ന മിൻഹു ഏതാണ്? ഈ സെന്റൻസിൽ മുസ്തസ്ന മുസ്തസ്ന മിൻഹു ഏതാണ്? ബിഹി. ഓക്കെ, അതല്ലാത്ത അഭിപ്രായമുള്ളവരുണ്ടോ? പകുതി ശരിയാണ്. ആരാ പറഞ്ഞത്? ആ തുല്ലാബ് എന്നുള്ളതാണ്. ഈ പരീക്ഷ എങ്ങനെ കൂട്ടാകുക? പരീക്ഷയിൽ നിന്ന് ഖാലിദിനെ ഒഴിവാക്കാൻ പറ്റുമോ? കുട്ടികളിൽ നിന്നല്ല ഒഴിവാക്കുക. വിദ്യാർത്ഥികളെല്ലാവരും വന്നു, ഇല്ല ഖാലിദൻ, ഖാലിദ് ഒഴികെ. അപ്പോൾ ഖാലിദ് ഒഴികെയുള്ള എല്ലാവരും വന്നു. മനസ്സിലായോ കാശിഫ, ജുമാന? ഇല്ലൻ്റെ തൊട്ട് മുമ്പുള്ളത് എന്ന് വിചാരിക്കരുത് നിങ്ങൾ. അവിടെ ഏതാണ് മുസ്തസ്ന മിൻഹു നമ്മൾ ആലോചിക്കണം. ഇനി നോക്ക്, മാ അഹ്ലറു കിതാബൻ ഇല്ലാ കിതാബൽ അറബിയ, അവിടെയോ? അയ്യോ അയ്യോ, ശരി. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഇനി ശ്രദ്ധിച്ചോ. ഫജാബു ജമീ അൽ, എല്ലാ ചോദ്യങ്ങൾക്കും അവർ ഉത്തരം പറഞ്ഞു, ഇല്ലാ സമീറ, സമീറ ഒഴികെ. ആ ഇതിൽ മുസ്തസ്ന ബിഹി ഏതാണ്, മുസ്തസ്ന മിൻഹു ഏതാണ്? ആരാ പറയാ? ഞാൻ പറയും. മുസ്തസ്ന ബിഹി ഏതാ, അത് പറഞ്ഞൂടെ? സമീറ. ഓക്കെ, മുസ്തസ്ന മിൻഹു ഏതാ? അയ്യോ അതല്ല. ജുമാന, ചോദ്യത്തിൽ നിന്ന് എങ്ങനെ അജാബു എന്നുള്ളതിൽ ആരുണ്ട്?
ഒരു കൂട്ടം ആളുകളില്ലേ അവർ എന്നാണേ. അവരെല്ലാവരും ഉത്തരം പറഞ്ഞു സമീറ ഒഴികെ. ഇല്ല സമീറത്തൻ, സമീറ ഒഴികെ. മനസ്സിലായോ കാശിഫ, ജുമാന? നമ്മൾ ഷരിബു മിൻഹു ഇല്ല കലീലൻ എന്ന് പറഞ്ഞില്ലേ? എല്ലാവരും അതിൽ നിന്ന് വെള്ളം കുടിച്ചു. ആരൊഴികെ? കുറച്ചാളുകൾ ഒഴികെ. ഷരിബു എന്നുള്ളതിൽ ദമീറുള്ള ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. അതേപോലെ അജാബു എന്നുള്ളതിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ഫഅസ്ന അലൈഹിം അൽ അസാത്തിദതു ഗൈറുൽ ഹാരിസ്. അതിന് മുസ്തസ്ന ഏതാ? മുസ്തസ്ന ബിഹി ഏതാ? മുസ്തസ്ന മിൻഹു ഏതാ? ഹാരിസ് മുസ്തസ്ന ബിഹി. മുസ്തസ്ന മിൻഹു അല്ലല്ല, ഉസ്താദുമാരെല്ലാവരും നന്ദി പറഞ്ഞു. അപ്പോൾ അസാധ്യത തന്നെ. ഹാരിസ് എന്നുള്ള ഉസ്താദ് ഒഴികെ എല്ലാവരും നന്ദി പറഞ്ഞു. ഉസ്താദുമാർ, അസാധ്യതത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ. ഓക്കെ, ഹാരിസ് എന്ന് പറഞ്ഞ ഉസ്താദ് എന്ത് ചെയ്തു? അല്ലാത്തവരൊക്കെ നന്ദി പറഞ്ഞു. ഇനി നോക്ക്, മാനാല മിൻഹും അൽ ജായിസത്ത, സമ്മാനം അവാർഡ് അവരിൽ നിന്നും ആരും വാങ്ങിയില്ല. ഇല്ല റാഷിദുൻ. അതില് മുസ്തസ്ന മിൻഹു മുസ്തസ്ന ബിഹി ഏതാ? മുസ്തസ്ന ബിഹി റാഷിദ്. ഓക്കെ, മുസ്തസ്ന മിൻഹു അത് പറഞ്ഞു. നാലല്ല, മിൻഹുമല്ല. അതിലുള്ളവരൊക്കെ ഓരോന്നിങ്ങനെ പറയാം. അല്ല, അതിൽ മുസ്തസ്ന മിൻഹു ഇല്ല. അഹദുന്നുണ്ടാകുക, ഒരാളും നേടിയില്ല റാഷിദ് ഒഴികെ. അഹദുന്ന് കളയപ്പെട്ടു. നമ്മൾ മുസ്തസ്ന ലാസ്റ്റ് പറഞ്ഞില്ലേ? ഇവിടെ നമ്മൾ ലാസ്റ്റ് ഒന്ന് പറഞ്ഞില്ലേ കുട്ടികളെ? ഇതാ കാനൽ മുസ്തസ്ന മിൻഹു മഹദൂഫൻ എന്ന് പറഞ്ഞില്ലേ? മാജാ അനി ഇല്ലാ സെയ്ദുൻ. അതേപോലെ തന്നെ ഫഅക്രമഹു അഹ്ലുൽ ബലദി വൈറു സിഗാരി. മുസ്തസ്ന മിൻഹു ഓക്കെ. ഇത് പുട്ടഭാഗം പൂരിപ്പിക്കാനട്ടാ. ഇൻകലത്ത് ഉത്തുലത്തു സൈഫി, വേനലവധി കഴിഞ്ഞു. ഇല്ല ഡാഷ്. വൈറു ഇല്ല കലമൻ യൗമൈനി അഖാഹു ഖംസീന. കലമു എന്ന പേന, യൗമൈനി 2 ദിവസം, അഖാഹു സഹോദരൻ, ഖംസീന 50. വേനലവധി കഴിഞ്ഞു. ഇല്ല ഡാഷ്. ഏതാ വരിക? യെസ്, വേനലവധി ഒരു കൂട്ടല്ലേ? അതിന് 2 ദിവസം ബാക്കിയുണ്ടെന്ന് അർത്ഥം. 2 ദിവസം ഒഴികെ, 2 ദിവസം ഒഴികെ ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ബാത്തത്തുല്ലാബു ഫരിഹീന, വിദ്യാർത്ഥികളെല്ലാവരും സന്തോഷിച്ചു. ഡാഷ് യാസിർ, യാസിർ ഒഴികെ. അവിടെ ഏതാ കൊടുക്കുക നമ്മൾ? അയ്വ ഇല്ല. യെസ്. ഫലം യസ്തരി, അവൻ വാങ്ങിയില്ല. അഥവാത്തി ദിറാസിയ, പഠനോപകരണം അവൻ വാങ്ങിയില്ല. ഇല്ല ഡാഷൻ വാഹിദൻ, ഒരു ഡാഷ് ഒഴികെ. കലം, ഒരു പേന ഒഴികെ ബാക്കിയൊന്നും അവൻ എന്തായില്ല, പേന മാത്രമായിട്ടുണ്ട്. കാരണം ലിഅന്നഹു ഫഖദ അഖ്രിബാഉ ഫി ഹാദിസത്തിൻ, അവന് അവൻ്റെ കുടുംബക്കാരെ നഷ്ടപ്പെട്ടു. ഫി ഹാദിസത്തി, ഒരു അപകടത്തിൽ. ഇല്ല ഡാഷ് അസ്വഗീറ, ആരൊഴികെ? അവൻ കാര്യമുണ്ട്. അഖാഹു, അവനൊരു സഹോദരനുണ്ട്, ചെറിയൊരു സഹോദരനുണ്ട്, ചെറിയ സഹോദരൻ.
ഫജമഅത്തുല്ലാബു ലഹു, എല്ലാ കുട്ടികളും അവനക്ക് കളക്ട് ചെയ്ത് കൊടുത്തു. അൽഫ റൂബിയ, 1000 ഉറുപ്പ്യ, ഇല്ലാ ഡേഷൻ എത്ര വരും? 950 ഉറുപ്പ്യ കേട്ടാ. 50 ഒഴികെ 1000 എന്ന് പറഞ്ഞാൽ 950 ഉറുപ്പ്യ കൊടുത്തു. ഫശറൂബിഹി ജമീ അൽ അദവാത്ത്, അവരെല്ലാവരും വാങ്ങി, എല്ലാ ഉപകരണങ്ങളും വാങ്ങി. ഡാഷ് കലം, പേന ഒഴികെ. പേന അവൻ നേരത്തെ വാങ്ങിക്കൊള്ളാം, പേന വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പേന ഒഴികെ ബാക്കിയെല്ലാം വാങ്ങി. ഇത് നോക്കണേ, ഇത് ചോദ്യം ഉണ്ടാക്കാനാണ്. റഹബത്തുല്ലാബു ഇല നെഹരി, പുഴയിലേക്ക് എല്ലാ കുട്ടികളും പോയി, എല്ലാ വിദ്യാർത്ഥികളും, ഇല്ല ത്വാലിബാർ, പെൺകുട്ടികൾ ഒഴികെ. ഫസബഹു ഫിഹി സാഅത്തൻ, ഒരു മണിക്കൂർ എല്ലാവരും നീന്തി പുഴയിൽ. ഇല്ല ഹംസ ദഖായിക്, 5 മിനിറ്റ് ഒഴികെ. അപ്പോൾ 55 മിനിറ്റ്, 1 മണിക്കൂർ നീന്തി പറഞ്ഞാൽ 5 മിനിറ്റ് ഒഴികെ പറഞ്ഞാൽ 55 മിനിറ്റ് നീന്തി. മസ്തറാഹു ദഖീഖത്തൻ, 1 മിനിറ്റ് പോലും ആരും എന്താണ് വിശ്രമിച്ചില്ല. ഇല്ല സുഹൈൽ ഒഴികെ. മാ അബറൻ നെഹ്റ വൈർ റഷീദ്, പുഴ റഷീദ് ഒഴികെ ആരും വിട്ട് കടന്നില്ല. മാ ആമു ഫിന്നഹരി ഇല്ല സലീം, പുഴ വിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു തലക്കന്ന് അങ്ങോട്ട് നീന്തി എത്തുക, അതാട്ടോ അബറ എന്ന് പറഞ്ഞാലേ. പുഴ വിട്ട് കിടക്കാൻ അങ്ങനെയല്ല, ഇവിടുന്ന് അങ്ങോട്ട് നീന്തി എത്തണം. മാ ആമു ഫിന്നഹരി ഇല്ല സലീം, സലീം ഒഴികെ ബാക്കി ആരും എന്തായില്ല, ഇതിൽ മുങ്ങിയില്ല. ഈ ഊളിയിടുക എന്ന് പറയും, നല്ല വെള്ളത്തിൽ ഇങ്ങനെ ഊളിയിട്ട് പോവുക, അത് ചെയ്തില്ല. ഇവിടെ അടിവരട്ടതിന് എന്ത് ചെയ്യണം? ഉത്തരമായിട്ട്. അപ്പോൾ ഇത് ഉത്തരമായിട്ട് വേണം. താലിബാത്ത്, ഹംസ്, സുഹൈൽ, വൈറ്, സലീം, ഇത് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം ഉണ്ടാക്കാനാണ്. ഓക്കെ.